അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാവും ഒരു ടെൻഷൻ, എന്ത് നമുക്ക് ചാമ്പാൻ അറിയില്ല, പരത്താൻ അറിയില്ല, ഇതുപോലെ പൊറോട്ടക്കല്ലില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും. അതിലേക്ക് ഞാനിപ്പോൾ 1 കിലോന് ഒരു 3/4 കിലോനുണ്ടാവും. ആ പൊടിക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു മുട്ട, അതൊക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്നും കണ്ട് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരിത്തിരി ഓയിൽ കയ്യും വയ്ക്കാനായിട്ട് ചാമ്പി കൊടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ നല്ലതുപോലെ ചാമ്പി വെച്ചിട്ടുള്ള മാവാണിത്. ഇനി നമ്മൾ ഈ പിന്നെ ഇതിനകത്ത് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം പൊറോട്ടൻ്റെ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചില്ലേ, അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. ബോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ഉരുളാക്കി ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ബോൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം അങ്ങനെ എനിക്കിതിൽ നിന്ന് ഏകദേശം ഒരു 8 ബോളോളം കിട്ടിയിട്ടുണ്ട്. 8 ബോള് നല്ല കറക്റ്റും കിട്ടിയിട്ടുണ്ട്. ഒരു ബോൾ കൊണ്ട് നമുക്ക് 2 ആക്കാം കേട്ടോ. അതാണ് അതിൻ്റെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ ഒന്നൊരു 9ാമത്തെ ബോൾ എനിക്കൊരു ചെറിയ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കണക്കിൽ ഇതിങ്ങനെ മാവ് ഉള്ളിലേക്കാക്കി ഇത് എടുക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ബോൾ ആക്കി വെക്കുക എന്നുള്ളൊരു രീതി. പിന്നെ നമ്മളിങ്ങനെ ബോൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കയ്യിനകത്ത് ഒട്ടിപ്പിടിക്കുന്നതിനാണ് നമ്മൾ ഓയിൽ കയ്യിനകത്ത് തേക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ബോൾ ഉണ്ടാക്കിയ ശേഷം ലേത്തിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം നല്ല കോട്ടൻ്റെ നനഞ്ഞ തുണിയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തോർത്തുണ്ടാവില്ല, പുതിയ നമ്മൾ ഉപയോഗിക്കാത്ത തോർത്ത്, അതൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഈ ബോളിന് മുകളിലായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റോ ഇരുന്നോട്ടെ. കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും സോഫ്റ്റ് ഉണ്ടാവുന്ന പറയുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലും സോഫ്റ്റിനൊന്നും ഒരു കുറവും വരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് അത് തുണി നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ആ സമയത്ത് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി, എന്ത് ചട്ടിയിലാണ്, ഞാൻ ദോശക്കല്ലിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഇതൊന്നും കണ്ടതായിക്കോളും. അതിന് ശേഷം അത് നമുക്ക് എടുത്തിട്ട് അവിടെ തന്നെ കുറച്ച് ഓയിൽ കൊണ്ട് തേച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ ബോളും എടുത്തിട്ട് അത് നന്നായി പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട്. ഇപ്പം നല്ല എല്ലാവർക്കും വീശാൻ അറിയണമെന്നില്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഞാൻ വീശിയിട്ടായാലും ഉണ്ടാക്കും. വീശുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം, കീറും. പിന്നെ ഇങ്ങോട്ടാക്കുമ്പോൾ അങ്ങോട്ട് മറിഞ്ഞ് ചുളിഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിൽ വരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പത്തിരി പരത്തുന്ന പത്തിരി കൊയലെന്ന് അറിയില്ലേ, അത് ഇങ്ങോട്ട് നല്ല തിന്നായിട്ടുണ്ട് പരത്തി കൊടുത്താൽ, എന്നിട്ട് നടുവിലൂടെ ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഇതാ കട്ടും. അപ്പോൾ നമുക്ക് 1-2 ആക്കാം. 2 പൊറോട്ടയൊക്കെ ഉണ്ടാകുന്നില്ലേ, അത് ആ ഒരു സെൻറ്ററിലാണ്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം അങ്ങനെ. പിന്നെ അത് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് തല ഇങ്ങനെ മടക്കി വന്നതിന് ശേഷം ലാസ്റ്റ് വരുന്ന ആ തലപ്പില്ലേ, അത് നമ്മളിതിനെ അടിയിലേക്ക് കണ്ട് വെച്ചെടുക്കണം. അവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഓരോ ബോൾസും നമുക്ക് ചുറ്റിയെടുക്കാം. പിന്നെ അതിന് ശേഷമാണ് അപ്പോൾ തന്നെ നമുക്ക് പൊറോട്ടൻ്റെ കല്ല്, അത് ഗ്യാസിനകത്താണെന്നുണ്ടെങ്കിൽ ഗ്യാസുമ്മലായാലും മതി, മറ്റേ നല്ല ആളി കത്തരുത് തീ നല്ല ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കുക. ആ ഒരു രീതിയിലാണ് നമുക്ക് ചട്ടി കത്തിക്കേണ്ടത്. ഇതെല്ലതും നമുക്കിങ്ങനെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ചുടാൻ തുടങ്ങിയാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കീറിപ്പോയിക്കണം, ഇങ്ങനെ ഓട്ടോട്ട വന്നിക്കണ്, കീറിയിരിക്കണ്, അത് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല പൊറോട്ടയ്ക്ക്. നല്ല എത്രയും സോഫ്റ്റ് തിന്നാക്കാൻ പറ്റണോ അത്രയും തിന്നിൽ പരത്തുക എന്നുള്ളതല്ലേ. അത് നമുക്കിങ്ങനെ മൈദമാവാകുമ്പോൾ എടുക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ, ഇലാസ്റ്റികത ഉള്ളതല്ലേ. അപ്പോൾ അതിങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചുറ്റി വെക്കാൻ പറ്റും. എനിക്കെന്തുണ്ടായെന്നറിയാം, ഞാനത് നനച്ച് വെച്ചിട്ട് പിന്നെ
എന്തോ ഒരു ഗസ്റ്റൊക്കെ വിരുന്നേരൊക്കെ വന്ന് അപ്പോൾ പിന്നെ അതിലൊക്കെ പെട്ടിട്ട് പരത്തി വെക്കാൻ നേരം വൈകി. അപ്പോൾ അതിൻ്റെ ആ തുണി ആകെ ഡ്രൈ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കളറിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. പൊറോട്ട ഇതൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പത്തിരിക്കല്ല് കൊണ്ട് തന്നെ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്നിട്ട് പരത്തുക. നമ്മളൊരു പൊറോട്ടൻ്റെ വലുപ്പമല്ലേ ഒരു ആകൃതി ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് പരത്തിയെടുത്തതിന് ശേഷം ദോശക്കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പൊറോട്ടൻ്റെ റൗണ്ടൊക്കെ അതിന് ലെയറൊക്കെ ഉണ്ട് കേട്ടോ. ലെയർ നമ്മൾ ചുട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുക എന്നറിയില്ല. പൊറോട്ടയ്ക്ക് ലാസ്റ്റ് ഒരു അടി വരുന്നില്ലേ, അല്ലാതെ ഒരു ചുട്ടൊരു 5 ഒന്നിച്ചിങ്ങോട്ട് ചുട്ടുക ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് നമ്മളുടെ അടിച്ചെടുക്കും. ആ സമയത്താണ് ഇതിൻ്റെ ലെയറൊക്കെ നമുക്ക് വേർതിരിഞ്ഞ് കിട്ടുന്നത്. പരത്തുമ്പോൾ ലെയർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം വീഡിയോ എടുക്കലും ഇതിനകത്ത് ഈ പരത്തുന്നിടത്ത് ഓയിൽ ഉണ്ടാവണം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടാവില്ലേ, ദോശക്കല്ലിനകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തേക്കുക. ജസ്റ്റ് ഇത് കുമിള പോലെ ഇങ്ങനെ പൊള്ളം പൊന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ തീ കത്തൽ ഓവറായതുകൊണ്ടാണ് അത് വന്നത്. പിന്നെ എന്താ അതിൻ്റെ ദോശക്കല്ലിൻ്റെ നടുകൊണ്ട് പൊട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ആ ഒരു പുക അങ്ങോട്ട് എടുത്തതാണ്. ഇനി നമുക്ക് അങ്ങനെ കത്തലിൻ്റെ ഓവറാകുമ്പോൾ ഗ്യാസ് കണ്ട് ഓഫാക്കിയാൽ മതി. ഓഫാക്കിയങ്ങാണ്ട് പിന്നെ നമ്മൾ പരത്തിയതൊക്കെ എടുത്തുകൊടുന്ന് ഇതിൽ പൊറോട്ട കണ്ട് വെച്ചതിന് ശേഷം ഓയിലൊക്കെ വെച്ചിട്ട് കണ്ട് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കളറിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് നല്ല സോഫ്റ്റായ പൊറോട്ട തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഓയിലുണ്ട് വെക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ജസ്റ്റ് മൈദമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയൽ വരും. അപ്പം നമ്മൾ എപ്പോഴും ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നോക്കണം, എന്നാലേ ഈ പൊറോട്ട നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഇത് ചുട്ടിട്ട് വെക്കുന്നത് ഒരു മൂടിക്കകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മൂടി വെക്കണം. അതൊരു 5 ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായി അടിച്ചു കൊടുക്കാനുള്ളതാണ്. എന്നാലല്ലേ ആ പൊറോട്ടൻ്റെ ആ ലെയറും ഇതൊക്കെ വേർതിരിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു പാനിൻ്റെ മൂടി ഉണ്ടായിരുന്നു, അതിനകത്തേക്കാണ് ഇതൊക്കെ മൂടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അങ്ങോട്ട് തുറന്ന് വെച്ചിങ്ങാണ്ടതാ ഇത് നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് പൊറോട്ടൻ്റെ ആ ലെയറൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറിൽ തന്നെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളും പണി ഒരു പൊറോട്ട ചുടാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.